ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ, അവരീ കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാ. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോണം, നിന്നെ കോടതിയിൽ എത്തിക്കണം. അതങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാ നിന്നോടൊന്ന് അടങ്ങിയിരിക്കാൻ പറയുന്നേ. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ട് മറഞ്ഞു നിൽക്കായിരുന്നു അല്ലേ? ആര് പറഞ്ഞു? വരുണിന്റെ ശബ്ദം കേട്ടിട്ട് ഓടി വന്നതാ. എന്താടി മോളെ? മുത്തശ്ശി, എനിക്ക് മസാല ദോശയും പച്ചമാങ്ങി വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് വാങ്ങിത്തരുന്നല്ലോ. എനിക്ക് കൊതിയായിട്ടല്ലേ. അവള് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഈ പരുവത്തിലെ പെണ്ണുങ്ങൾക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ തോന്നും. വാങ്ങിച്ചോണ്ട് വന്ന് കൊടുക്കേണ്ടത് കൊച്ചിന്റെ അച്ഛന്റെ കടമയാ. അതിന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. സുകുമാരിയമ്മേ, അവളെ വിളിച്ചോണ്ട് പോ. നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ തള്ളി ഒഴിവാക്കി വിട്ടാലേ അവളുടെ കാര്യങ്ങൾ ആരും നോക്കും? നിങ്ങളോട് അവളെ വിളിച്ചോണ്ട് പോകാനാ പറഞ്ഞത്. എന്റെ മകനെ അപമാനിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ടു നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വിളിച്ചോണ്ട് പോ. എനിക്ക് മസാല ദോശ വേണം. എനിക്ക് പച്ചമാങ്ങ വേണം. എനിക്ക് വാങ്ങിത്തരാൻ പറ. മോനെ, വേണ്ട, വേണ്ടടാ. നീ ഇവളെ തല്ലാനും അതിന്റെ പേരിൽ ഒരു ബഹളം ഉണ്ടാക്കാനുമാണ് ഇവരുടെ ഉദ്ദേശം. ആ കെണിയിൽ മോൻ വീഴണ്ട. എന്താടി നോക്കി നിൽക്കുന്നേ? സുകുമാരിയെ കൈവയ്ക്കാൻ ചിലപ്പോ നിയമപരമായ തടസ്സം ഉണ്ടാവും. പക്ഷെ നിനക്കോ ഉർവശിക്കോ ഒരു പ്രശ്നവും ഇല്ല. കാരണം പറയില്ലെങ്കിൽ രണ്ടു പോയി വിടുന്ന. എന്താ സുകുമാരി, കൂട്ടുകക്ഷികൾ പോയി. സുകുമാരി ഒരു അംഗം വെട്ടി നോക്കുന്നോ? നമുക്ക് തമ്മിലാവാം. പെണ്ണ് പെണ്ണിനെ തല്ലിയാൽ കേസിന് അത്ര കടുപ്പം ഉണ്ടാവില്ല. എന്റെ കൈക്കൊരുത്തുനിന്ന് നോക്കുന്നുണ്ടോ നിങ്ങള്? നീ വാടി മോളെ. മസാല ദോശ. പോട്ടടാ, നീ വാ. സോറി അച്ഛാ, എനിക്കിതൊക്കെ കാണുമ്പോ. എടാ, ഭ്രാന്ത് കാണിക്കുന്നവരെ എപ്പോഴും കാണിച്ചോണ്ടിരിക്കും. അവർക്ക് സമയം നഷ്ടമൊന്നുമില്ല. നീ ചെല്ല്. വരുണിട്ടൊരു പണി കൊടുത്തപ്പോ അവളുടെ സന്തോഷം കണ്ടോ മുത്തശ്ശി? പക്ഷേ ഉള്ളത് പറയാലോ, സുകുമാരിയമ്മയുടെ തലേന്ന് വരുന്ന ഓരോ ഐഡിയയും നല്ല വെറൈറ്റിയാ. ജീവിതം കുറെ കണ്ടതല്ലേടി കൊച്ചുങ്ങളെ. എത്ര കുടുംബങ്ങളെ നേർക്ക് നേരെ കണ്ടതാ. നന്നായി ജീവിച്ചു തുടങ്ങുന്നവരെ കണ്ടിട്ടുണ്ട്, പരസ്പരം കൊല്ലാൻ നിൽക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. നമ്പർ ഇറക്കാൻ തുടങ്ങിയാലേ സുകുമാരിക്ക് അതിന് ഒരു ക്ഷാമവും ഉണ്ടാവില്ല. ആ അതെ, ഇനി മുത്തശ്ശി പറയാനൊന്നും നിക്കില്ല. വരുണിനെ കണ്ട അപ്പ അടുത്തേക്ക് പൊക്കോണം. നിനക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചോ? കേട്ടല്ലോ? കേട്ട്. മോളെ പ്രിയങ്കെ, നീ ഇനി വരുണിനോട് നിന്നെ പുറത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ബഹളം വെക്കണം. അല്ലെങ്കിലേ രാധികയും വരുണും പുറത്തു പോകാൻ മോളെ സമ്മതിക്കരുത്. വണ്ടിയുടെ മുമ്പിൽ ചെന്ന് കിടന്നിട്ടായാലും ആ യാത്ര എങ്ങും മുടക്കണം. മനസ്സിലായോ? അതുപോലെ
അവര് രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നതിരിക്കുന്നത് കണ്ട നേരെ നടുവിലോട്ടങ്ങ് ചെന്നേക്കണം. എഴുന്നേറ്റ് പോണെങ്കി പോട്ടെ, പട്ടിണി കിടക്കുന്ന ഈ കിടക്കട്ടെ. ആ ശരി ശരി, എന്നാ നിങ്ങൾ പൊയ്ക്കോ. നമ്മൾ 4 പേരും കൂടി ഇവിടെ നിൽക്കുന്നത് കണ്ടാലേ അത് പ്രശ്നമാ. ശരി മുത്തശ്ശി. ശരി. പ്രിയങ്കയോട് നേരത്തെ കിടന്ന് ഉറങ്ങാൻ പറ. പിന്നെ മുത്തശ്ശി കുറെ കഴിഞ്ഞിട്ട് ഉറങ്ങിയാ മതി. ആ അതെന്താ, എനിക്ക് മാത്രം ഉറങ്ങിക്കൂടെ? മുത്തശ്ശി ഉറങ്ങണ്ട, ആ, ഉറങ്ങാതെ കിടന്നേ ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങ് കണ്ടുപിടിച്ചാ മതി. ഓ, ഇതൊക്കെ കാണുമ്പോ എന്ത് സന്തോഷാണെന്ന് അറിയോ? ചെല്ല് രണ്ടുപേരും. ആ. വാ. കണ്ടോടി മോളെ, നമ്മൾ തമ്മിൽ തല്ലുന്നതൊക്കെ കണ്ട് നിന്റെ ഏട്ടത്തിയുടെയും ചെറിയമ്മയുടെ മനസ്സങ്ങ് നിറഞ്ഞിരിക്കുവാ. അതെ മുത്തശ്ശി, അവർക്കൊക്കെ പണി കൊടുക്കുന്നതിനിടയിലേ ഇവർക്കുള്ള പണിയും മറക്കല്ലോ കേട്ടോ. ഓ, അങ്ങനെ അവളുമാരെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? സുകുമാരിയുടെ കഴിവുകളെ കുറിച്ച് നല്ല ബഹുമാനമല്ലേ രണ്ടുപേർക്കും? അതവർക്ക് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്താടി ഒരു രസം? ആ നമുക്ക് കിടക്കാം. ആ മോളെ, പോയി കഥ കടച്ചിട്ട് വാ. എന്റെ ഭഗവാനേ, നാളെ ഇവർക്ക് കൊടുക്കാനുള്ള നല്ലൊരു പണി എന്റെ മനസ്സിൽ തോന്നിപ്പിക്കണേ സ്വാമി. ദൈവമേ, ഭഗവാനേ. മോനെ, ഇതെന്തൊരു ജീവിതം മുത്തശ്ശി. സ്വന്തം വീട്ടില് സ്വന്തം അച്ഛന്റെ മുമ്പില് ഇങ്ങനെ നാണം കിടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാ? എടാ, അവര് കരുതിക്കുട്ടി ചെയ്യുന്നതല്ലേ. അങ്ങനെ ചെയ്യുന്നവരെ അങ്ങ് ഇല്ലാതാക്കണമെന്നാണ് ഞാനന്ന് പറഞ്ഞത്. അപ്പൊ അതിനാരും സമ്മതിക്കത്തില്ലല്ലോ. നീ എന്താ ഈ പറയുന്നേ? ഇപ്പൊ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക? നേരെ പോയി പ്രിയങ്കയെ തല്ലാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ മുത്തശ്ശിയുടെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളാൻ പറ്റുമോ? അതൊക്കെ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ നോക്കട്ടെ. എടാ, അവരീ കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാ. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോണം, നിന്നെ കോടതിയിൽ എത്തിക്കണം. അതങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാ നിന്നോടൊന്ന് അടങ്ങിയിരിക്കാൻ പറയുന്നേ. ഒന്ന് ആലോചിച്ച് നോക്കിയ മുത്തശ്ശി, രാധികയെ പോലെ മനസ്സ് തുറന്ന് ചിന്തിക്കുന്ന ഒരാളല്ല എന്റെ കൂടെ ഉള്ളതെങ്കിൽ ഈ നിമിഷം ഇട്ടിട്ട് പോയില്ലായിരുന്നോ? സംശയത്തിന് മുന്നിൽ എന്നെ നിർത്തില്ലായിരുന്നോ? അതുകൊണ്ടല്ലേ അവളെ തന്നെ നിനക്ക് കിട്ടിയത്. അക്കാര്യത്തില് നീയൊന്ന് ആശ്വസിക്കേ. ഇപ്പൊ നിന്നെ അവര് നാണം കെടുത്തിയതൊക്കെ കൃത്യമായിട്ട് അക്കമിട്ട് കുറിച്ചു വച്ചു. ഇതിനുള്ള മറുപടി മുഴുവൻ നിന്നെ കൊണ്ട് തന്നെ അവരോട് ഞാൻ പകരം ചോദിക്കും.